ഒരു കിടുക്കാച്ചി നാടൻ തീയലുണ്ടാക്കുന്നത് കണ്ടാലോ? ഞാനല്ല, എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആവശ്യമുള്ള പച്ചക്കറികൾ, മെയിനായിട്ട് തീയലിന് വേണ്ടത് ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ ഉള്ളി. അത് ചെറിയ ഉള്ളി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും വഴുതനങ്ങയും നല്ല വലിയ വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. ചെറിയ ഉള്ളി തൊലിയെടുത്ത് മുഴുവനായിട്ട് ഇടുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത് വഴറ്റുക, എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റുക. അതേ സെയിം ടൈമിൽ തേങ്ങ ചിരകിയതും ആദ്യം നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചിരകിയ തേങ്ങ ഇടുക. കൂടെ തന്നെ നിന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക. അതൊന്നൊരു പകുതി വറുത്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് എത്ര എണ്ണം വേണോ അത്രയും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് പൊടികളാണ്. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറുതായിട്ട് ഒരു കളറിന് വേണ്ടത്, മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചും കൂടി നോക്കിക്കോളാം. അത് ലാസ്റ്റ് വറുത്ത് നമ്മൾ മാറ്റാറാവുന്ന ടൈമിലാണ് നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നത്. ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വറന്നാൽ മതി, അതിൻ്റെ ഒരു പച്ചമണം പോവുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ വറുത്ത പൊടികളും തേങ്ങയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മിശ്രിതം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർത്ത് നല്ല മെഴുക് പാകം എന്ന് പറയില്ല, ആ രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ചെടുത്ത സാധനം അവിടെ ഓൾറെഡി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് ഒരുപാട് അങ്ങനെ കുഴയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഒരു വേവ് മതിയാവും. അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മാത്രമല്ല നമുക്ക് വേണ്ടത്ര പുളിയും പിഴിഞ്ഞൊഴിക്കുക, വാളംപുളി. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണ്ടി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ കടുക് പൊട്ടിച്ചൊഴിക്കാറുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങനെ കടുക് പൊട്ടിക്കാറില്ല തീയലിന്. ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ച് തന്നെ നമുക്കത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലുള്ള തീയൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അത്യുഗ്രനായിട്ട് ഉണ്ടാക്കി തന്ന ആൾ തന്നെ റെസിപ്പി പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയില്ലേ? അതായിരുന്നു എൻ്റെ ജുപ്പിയുടെ സ്പെഷ്യൽ തീയൽ. ഈ കാണുന്നതിനേക്കാളും ഒരു ഇരട്ടിയായിരുന്നു ടേസ്റ്റ്. അവളുടെ സ്പെഷ്യൽ തീയലും ചോറും മരിച്ചീനി ഉടച്ചതും പയറ് തോരനും ചീരത്തോരനും കൂടെയൊക്കെ ആയപ്പോൾ ഊണ് കുശാലായി എന്ന് പറയാതെ വയ്യ. പാവ എല്ലാവർക്കും തീയൽ ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ആൾക്ക് നല്ല സന്തോഷം. ഞാനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് ദേ കഴിച്ചാണ്. എൻ്റെ ചേച്ചിയുടെ ഈ റെസിപ്പി ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഈ തീയൽ അതൊന്ന് കഴിച്ച് നോക്കേണ്ടത് തന്നെയാണ്.